ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു നെത്തോലിപ്പീര എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, 3 സവാള, 3 തക്കാളി, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/2 കിലോ നെത്തോലി, പിന്നെ ഒരു കഷ്ണം, അത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വറ്റൽമുളക്, കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടേബിൾ സ്പൂൺ കടുക്. ഇത്രയാണ് ഈ മീൻ പീര ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരുന്ന വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചുമന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കാം. സവാള ചുമന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ. സവാള ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് തോരൻ പരുവത്തിൽ അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പിട്ടതിന് ശേഷം നേരത്തെ എടുത്ത് വച്ചിരുന്ന പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഗ്രേവി എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ 1.5 കപ്പ് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞ് ഇതിലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. അധികം ഇളക്കിയാൽ ഇത് നെത്തോലി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അധികം ഇളക്കണ്ട, കുറച്ച് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഗ്രേവി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 2-3 കറിവേപ്പില ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് 1 മിനിറ്റ് വച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ.